എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SLC+1+2 പബ്ലിക് എക്സാം 2025 വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും പുറത്തു വരുന്ന അപ്ഡേറ്റുകളാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായി ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. SLC+1+2 പബ്ലിക് എക്സാമുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും ദിവസേന വരുന്ന അപ്ഡേറ്റുകൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും എന്താണ് നമുക്ക് പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ SLC+1+2 റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന വിവരം കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. SLC+1+2 പബ്ലിക് എക്സാം. നമ്മൾ ഈ വാല്യുവേഷൻ ക്യാമ്പിലെ അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് തന്നെ SLCയുടെ തന്നെയാണ്. SLCയുടെ വാല്യുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ലിബറൽ വാല്യുവേഷൻ തന്നെയാണ്. ഒരിക്കലും സ്ട്രിക്റ്റ് വാല്യുവേഷൻ SLCയിൽ ഉപയോഗിക്കാറില്ല. കാരണം പൊതുപരീക്ഷ നേരിടുന്ന ആദ്യത്തെ വിദ്യാർത്ഥികളാണ് നിങ്ങൾ. +1+2 വിദ്യാർത്ഥികൾ എന്ന് പറയുകയാണെങ്കിൽ SLCയിൽ പൊതുപരീക്ഷ നേരിട്ട് വന്നു. +2 വിദ്യാർത്ഥികളാണെങ്കിൽ +1ലും നേരിട്ടതാണ്. ഓക്കെ, അപ്പം അങ്ങനെ. പക്ഷേ SLC വിദ്യാർത്ഥികളുടെ കേസ് എടുക്കുമ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് പൊതുപരീക്ഷ നേരിടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ പൊതുപരീക്ഷ എഴുതിയിട്ടില്ല. പരീക്ഷകൾ ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ടാവും, എന്നാൽ പൊതുപരീക്ഷകൾ ഇതുവരെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ വാസ്തവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ ഇതിലും പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പരീക്ഷ എഴുതി, അത് കഴിഞ്ഞ് നിങ്ങളുടെ പേപ്പർ മറ്റേതോ ജില്ലയിലേക്ക് പോകുന്നു, വേറെ എവിടെയോ ഉള്ള അധ്യാപകർ നോക്കുന്നു. ഇങ്ങനൊരു പൊതുപരീക്ഷ നിങ്ങൾ ഇതുവരെ നേരിട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ഒരിക്കലും സ്ട്രിക്റ്റ് ആക്കില്ല. നിങ്ങളുടെ വാല്യുവേഷൻ ഇപ്പോൾ ലിബറൽ തന്നെയാണ്. SLCയിൽ എല്ലാ വർഷവും നല്ല രീതിയിലുള്ള വിജയ ശതമാനം എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. ഈ വർഷവും നല്ല രീതിയിലുള്ള വിജയ ശതമാനം SLCയുടെ കേസിൽ ഉണ്ടാകും. എല്ലാ വർഷവും 99.9, 99.8, 99.7, 99.11 ഒക്കെ നല്ല രീതിയിലുള്ള വിജയ ശതമാനം SLCയിൽ ഉണ്ടാകാറുണ്ട്. 40,000, 45,000 ഒക്കെ A+കളും ഉണ്ടാകാറുണ്ട്. SLCയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തോൽക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ഇപ്പം 4 ലക്ഷത്തി എല്ലാ വർഷവും തന്നെ, കഴിഞ്ഞ വർഷമൊക്കെ 4,25,000-ഓളം പേര് പരീക്ഷ എഴുതി. ഏതാണ്ട് 2,000-ഓളം പേർ മാത്രമാണ് തോറ്റത്. 4,25,000 പേരിൽ 2,000-ഓളം പേരാണ് തോറ്റത്. അപ്പോൾ SLCയിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, തോൽവിയുടെ ശതമാനം എന്ന് പറയുകയാണെങ്കിൽ വളരെയധികം കുറവാണ്. അപ്പോൾ SLCയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിൽ മാർക്ക് കിട്ടാറുണ്ട്. ഇപ്പം SLCയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നിങ്ങളെ CE മാർക്ക് ജയിക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന്, സഹായിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. അതായത് നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ എക്സാമും അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാമുമാണ് നിങ്ങൾക്കുള്ളത്. 40 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? 12 മാർക്കും 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്കും വേണം. പക്ഷേ നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ എക്സാമിൽ 12 വേണമെങ്കിൽ പോലും 40 മാർക്കിൻ്റെ എക്സാമിൽ 12 മാർക്ക് നിങ്ങൾക്ക് ജയിക്കാൻ വേണം. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് 10 മാർക്ക് അധ്യാപകർ CE മാർക്കായിട്ട് നൽകുന്നുണ്ട്. പിന്നെ പോയിട്ട് ഒരു വിദ്യാർത്ഥിനി എഴുതിയെടുക്കേണ്ടി വരുന്നത് വെറും 2 മാർക്ക് മാത്രമാണ്. 40 മാർക്കിൻ്റെ എക്സാമിൽ 12 മാർക്ക് ജയിക്കാൻ വേണം. പക്ഷേ 10 മാർക്ക് ഒരു കുട്ടിക്ക് CE മാർക്ക് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നൽകും നിങ്ങളെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ. പിന്നെ ഒരു വിദ്യാർത്ഥിക്ക് 2 മാർക്ക് മാത്രമേ എഴുതിയെടുക്കേണ്ടി വരുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് 80 മാർക്കിൻ്റെ എക്സാമിൻ്റെ കേസിലും 24 മാർക്ക് ജയിക്കാൻ വേണം. പക്ഷേ നിങ്ങളുടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നിങ്ങൾക്ക് 20 മാർക്ക് അവിടെ CE തരുന്നുണ്ട്. 20 മാർക്ക് നിങ്ങൾക്ക് അവിടെ CE ഉണ്ട്. പിന്നെ പോയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് എഴുതിയെടുത്താൽ മതി? വെറും 4 മാർക്ക് മാത്രമേ നിങ്ങൾക്ക് അവിടെ എഴുതിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നം വരുന്നുള്ളൂ. SLCയിൽ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം. എല്ലാ വർഷവും 99+ വിജയ ശതമാനമുള്ളത്. റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ SLC പരീക്ഷാഫലം പുറത്തുവിടുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചത്. മെയ് ആദ്യ ആഴ്ചയിൽ, കഴിഞ്ഞ വർഷം മെയ് 8-ാം തീയതിയാണ് SLC പരീക്ഷാഫലം പുറത്തുവിട്ടത്. ഈ വർഷം മെയ് ആദ്യ ആഴ്ചയിൽ എന്ന് പറയുമ്പോൾ ഒരു മെയ് 7-ാം തീയതിക്കുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക? SLC പരീക്ഷാഫലം നിരവധി വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കും.
അത് വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ കൃത്യമായ വിദ്യാർത്ഥികൾക്ക് എത്തിക്കും. ഇപ്പം നമുക്ക് ഓർമ്മയുള്ള കുറച്ച് വെബ്സൈറ്റുകൾ പറയാം. കുറേ വെബ്സൈറ്റുകളുണ്ട്. ഒന്ന് kite.kerala.gov.in, kite.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. പിന്നെ ഏതാണ് iExams, നിങ്ങൾ ഗൂഗിളിൽ കയറി iExams സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കേരള ഗവൺമെൻറ് iExamsൻ്റെ വെബ്സൈറ്റിൽ പോവും, അതിൽ പ്രസിദ്ധീകരിക്കും. പിന്നെ പരീക്ഷാഭവൻ.kerala.gov.in, പരീക്ഷാഭവൻ.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഏത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചാലും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കിട്ടും. ഏതൊരു വെബ്സൈറ്റിലാണ് നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഓരോ വിഷയത്തിനും ഗ്രേഡ് നിങ്ങൾക്ക് സഹിതം റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ എപ്പോഴും ചോദിക്കുന്ന സംശയം തന്നെയാണ്, എന്താണ് SLCയിൽ ഗ്രേഡേ അറിയാൻ പറ്റുള്ളൂ, മാർക്ക് എന്ത് ചെയ്യാൻ അറിയാൻ പറ്റില്ലേ എന്നുള്ളത്. പക്ഷേ നിലവിൽ SLCയിലെ മാർക്ക് അറിയാനുള്ള വഴിയില്ല. നിങ്ങൾക്കിപ്പോൾ മലയാളത്തിന് A അല്ലെങ്കിൽ B, നിങ്ങളുടെ ഗ്രേഡ് മാത്രമേ നിങ്ങൾക്ക് അവിടെ നിലവിൽ ലഭ്യമാകുകയുള്ളൂ. ഇനി +2ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ SLC പരീക്ഷാഫലം വന്നു കഴിഞ്ഞാൽ ഉടനെ വരുന്ന ഒരു പരീക്ഷാഫലം തന്നെയാണ് +2 പരീക്ഷാഫലം. SLC പരീക്ഷാഫലം വന്നതിൻ്റെ തൊട്ടടുത്ത ആഴ്ച പ്രസിദ്ധീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത്. +2 വാല്യുവേഷൻ ലിബറലാണ്, ബട്ട് ഡബിൾ വാല്യുവേഷൻ ഒഴികെയുള്ള വിഷയങ്ങൾ, ഇപ്പോൾ ഡബിൾ വാല്യുവേഷനുള്ള കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾ ഒരിക്കലും ലിബറൽ വാല്യുവേഷൻ അല്ല. കാരണം ആ പേപ്പറുകൾ 2 അധ്യാപകരുടെ കയ്യിൽ കൂടെ കടന്നു പോകും. 2 അധ്യാപകരുടെ കയ്യിൽ കൂടി പേപ്പർ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും, 2 പേർക്കും 2 രീതിയിലുള്ള മാർക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു കോംപ്ലിക്കേറ്റ് ഇഷ്യൂ ആകും. അതുകൊണ്ട് തന്നെ ഒരിക്കലും 2 അധ്യാപകരുടെ കയ്യിൽ കൂടി പേപ്പർ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ കെമിസ്ട്രി പോലുള്ള ഡബിൾ വാല്യുവേഷൻ ഉള്ള വിഷയങ്ങൾ, സയൻസ് സബ്ജക്റ്റുകളിലെ ഡബിൾ വാല്യുവേഷൻ ഉള്ള വിഷയങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ലിബറൽ വാല്യുവേഷൻ ആക്കാറില്ല. അതാണ് വാസ്തവം. പക്ഷേ മറ്റ് സബ്ജക്റ്റുകളായ കൊമേഴ്സ് സബ്ജക്റ്റ് പോലുള്ള ഹ്യൂമാനിറ്റീസിനെ എതിർക്കാണ് ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ജിയോളജി, ജോഗ്രാഫി, സോഷ്യോളജി, ആന്ത്രപ്പോളജി, സോഷ്യൽ വർക്ക്, ഗാന്ധി സ്റ്റഡീസ്. ഇനി കൊമേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ് പോലുള്ള മറ്റ് മലയാളം, ഇംഗ്ലീഷ് എല്ലാ വിഷയങ്ങളും ലിബറൽ വാല്യുവേഷനാണ്. കാരണം ഈ പേപ്പറുകളെല്ലാം ഒറ്റ അധ്യാപകരെ നോക്കുന്നുള്ളൂ. എന്നാൽ സയൻസിലെ ചില വിഷയങ്ങളായ കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾ ഡബിൾ വാല്യുവേഷൻ ഉണ്ട്. ആ വിഷയങ്ങൾ ഒരിക്കലും ലിബറലല്ല, കാരണം 2 അധ്യാപകരുടെ കയ്യിൽ കൂടി കടന്നു പോകും. ഇപ്പോൾ കെമിസ്ട്രി പരീക്ഷയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ +2 കെമിസ്ട്രി പരീക്ഷ കഴിഞ്ഞപ്പോൾ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്, വിദ്യാർത്ഥികളെ കുഴപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അധ്യാപകർക്ക് പോലും മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നല്ല രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പണി തന്നു എന്ന് തന്നെയാണ് നമുക്ക് കെമിസ്ട്രിയുടെ കേസിൽ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള വിഷയം എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. എന്തായാലും വാട്ടവർ വാല്യുവേഷൻ ക്യാമ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 1ാം ഘട്ട വാല്യുവേഷൻ ഏപ്രിൽ 3 മുതൽ 11 തീയതി വരെയും 2ാം ഘട്ട വാല്യുവേഷൻ ഏപ്രിൽ 12 മുതൽ 26 വരെയുമാണ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. SLC പരീക്ഷാഫലം മെയ് ആദ്യ ആഴ്ചയിലും അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ +2 പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ അറിയിച്ചത്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ വർഷം മെയ് മാസം 9 തീയതിയാണ് +2 പരീക്ഷാഫലം പുറത്തുവിട്ടത്. ഈ വർഷം വിദ്യാർത്ഥികൾക്ക് 2ാം ആഴ്ച പുറത്തു വിടുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു മെയ് 14-15 തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും. +2 പരീക്ഷാഫലം എങ്ങനെ ചെക്ക് ചെയ്യാം, +2 പരീക്ഷാഫലം എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. +2 പരീക്ഷാഫലവും നിങ്ങൾക്ക് നിരവധി വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. kite.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. keralaresults.nic.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഏത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചാലും കുറച്ചധികം വെബ്സൈറ്റുകളുണ്ട്, നമുക്ക് ഓർമ്മയിൽ എടുത്തിട്ടാണ് പറഞ്ഞത്. ബാക്കി വെബ്സൈറ്റുകൾ നമ്മൾ റിസൾട്ട് വരാനാകുമ്പോഴത്തേക്കും തപ്പിപ്പിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പം നിങ്ങൾ ഏത് വെബ്സൈറ്റിൽ നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്താലും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യുന്ന പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും. പിന്നെ +2വിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വരുന്ന പ്രിൻ്റ് ഔട്ടിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൻ്റെയും കാണും, സെക്കൻഡ് ഇയറിലെയും കാണും. എല്ലാം കൂടി ഒന്നിച്ചുള്ള ഒരു റിസൾട്ടാണ് ഇൻക്ലൂഡായി വരുന്നത്. നിങ്ങൾക്ക് ഗ്രേഡ് സെപ്പറേറ്റ് കാണും, മാർക്ക് കാണും, അധ്യാപകൻ തന്ന CE മാർക്ക് സെപ്പറേറ്റ് CE എന്ന് കാണും, കോളം എന്ന് പറഞ്ഞ് പ്രത്യേകം കാണും, ഓരോ വിഷയത്തിൻ്റെയും കാണും. നിങ്ങൾ എഴുതിയെടുത്ത മാർക്ക് TE മാർക്ക് എന്ന് പറഞ്ഞ് വേറെ സെക്ഷൻ കാണും, ഗ്രേഡിന് വേറെ സെക്ഷൻ കാണും, ടോട്ടൽ മാർക്കിന് വേറെ സെക്ഷൻ കാണും, പാസ് ഓർ ഫെയിൽ എന്നുള്ളത് വേറെ സെക്ഷൻ കാണും. ഇനി ജയിച്ച വിദ്യാർത്ഥികളുടെ റിസൾട്ടിൽ എലിജിബിലിറ്റി ഫോർ ഹയർ സ്റ്റഡീസ്, തോറ്റ വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ നോട്ട് എലിജിബിലിറ്റി ഫോർ ഹയർ സ്റ്റഡീസ് എന്ന ലിങ്ക് എന്നായിരിക്കും കാണുന്നത്. +1 കേസ് എടുക്കുകയാണെങ്കിൽ വാല്യുവേഷൻ ക്യാമ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതുപോലെ തന്നെ ഏപ്രിൽ മാസം 3-ാം തീയതി മുതൽ 11-ാം തീയതി വരെ 1-ാം ഘട്ട വാല്യുവേഷനും ഏപ്രിൽ മാസം 12-ാം തീയതി മുതൽ 26-ാം തീയതി വരെ 2-ാം ഘട്ട വാല്യുവേഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികളുടെ വാല്യുവേഷൻ ക്യാമ്പ് നല്ല രീതിയിൽ നടക്കുമ്പോൾ ആ വാല്യുവേഷൻ ക്യാമ്പ് ലിബറലാണ്. ബട്ട് ഞാൻ ആ +2ൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ കെമിസ്ട്രി പോലുള്ള വിഷയങ്ങൾ ഡബിൾ വാല്യുവേഷനുള്ള വിഷയങ്ങളാണ്. ആ വാല്യുവേഷനൊന്നും ലിബറലല്ല. ഇപ്പം മറ്റേ ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും സബ്ജക്റ്റുകളൊക്കെ ആയ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ജിയോളജി, ജോഗ്രാഫി, ആന്ത്രപ്പോളജി, സോഷ്യോളജി, കൊമേഴ്സ് സബ്ജക്റ്റുകളായ പിന്നെ ബിസിനസ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അക്കൗണ്ടൻസി, മലയാളം, ഇംഗ്ലീഷ്, എക്കണോമിക്സ് പോലുള്ള വിഷയങ്ങളുടെ വാല്യുവേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള എല്ലാം ലിബറലാണ്. ഡബിൾ വാല്യുവേഷൻ ഉള്ള വിഷയങ്ങൾ മാത്രമേ ലിബറൽ അല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ വിഷയങ്ങളും ലിബറൽ വാല്യുവേഷനാണ്. ഡബിൾ വാല്യുവേഷൻ ഉള്ള വിഷയങ്ങൾ ഒഴികെ ബാക്കി എല്ലാ പരീക്ഷകളുടെ വാല്യുവേഷനും ലിബറലാണ്. റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. കഴിഞ്ഞ വർഷം മെയ് മാസം 28-ാം തീയതിയാണ് പ്രസിദ്ധീകരിച്ചത്. സാധാരണ എല്ലാ വർഷങ്ങളിലും +2 പരീക്ഷാഫലം ഒരു ജൂൺ ഓർ ജൂലൈയിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഉദാഹരണം തന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ 2022 പ്രവേശനം നേടി 24 പാസ് ഔട്ടായി ഇറങ്ങി. അങ്ങനെ വരുമ്പോൾ 2023 ജൂലൈ മാസം 14-ാം തീയതിയാണ് എൻ്റെ +1 പരീക്ഷാഫലം പുറത്തു വരുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാ വർഷങ്ങളിലും ഒരു ജൂൺ ഓർ ജൂലൈയിലാണ് +1 പരീക്ഷാഫലം പുറത്തു വരാറ്. പക്ഷേ കഴിഞ്ഞ വർഷം മാത്രം മെയ് മാസം 28-ാം തീയതി പ്രസിദ്ധീകരിച്ചു. വാട്ടെവർ. അതുകൊണ്ട് തന്നെ ഈ വർഷവും ഒരു മെയ് മാസം അവസാനത്തോടു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാം. എന്തായാലും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ്, SLC പരീക്ഷാഫലവും +2 പരീക്ഷാഫലവും പുറത്തു വന്നതിന് ശേഷം മാത്രമേ +1 പരീക്ഷാഫലം പുറത്തു വരികയുള്ളൂ. ആദ്യം SLC പരീക്ഷാഫലം പുറത്തു വരും, ശേഷം +2 പരീക്ഷാഫലം പുറത്തു വരും, ശേഷം മാത്രമാണ് +1 പരീക്ഷാഫലം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് ചെയ്യുക. ആദ്യം SLC വരും, ശേഷം +2 വരും, എന്നിട്ട് മാത്രമാണ് +1 പരീക്ഷാഫലം വരുള്ളൂ. ഒന്നുകൂടെ പറയാം, ആദ്യം SLC പരീക്ഷാഫലം പുറത്തുവിടും, പിന്നെ +2 പരീക്ഷാഫലം പുറത്തുവിടും, ശേഷം +1 പരീക്ഷാഫലം പുറത്തുവിടും. റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം നോക്കാം. SLC +2 റിസൾട്ട് പോലെ +1 റിസൾട്ട് ഒരുപാട് വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കുകയൊന്നുമില്ല. ഒറ്റ വെബ്സൈറ്റിൽ മാത്രമേ പ്രസിദ്ധീകരിക്കുള്ളൂ. അതാണ് kerala-results.nic.in. kerala-results.nic.in എന്ന ഒറ്റ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അതിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട് 2025 എന്ന ലിങ്ക് ലഭ്യമാവും. ഇപ്പോൾ ലിങ്ക് അവിടെ ഇല്ല. അപ്പോൾ ആ ലിങ്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ഒരു പേജിലേക്ക് പോകും. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമായിരിക്കും. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നവർക്ക് നിങ്ങളിലേക്ക് എത്തിക്കാം. പുതിയ വീഡിയോ കാണുന്നവരെ മൈ നെയിം ഈസ് ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.